ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നതാണ് ഉമ്മച്ചി സ്പെഷ്യൽ മന്തി. അതുകൊണ്ട് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് അങ്ങോട്ട് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഈ കാണുന്ന ഐറ്റംസ് വിത്ത് മാഗി ക്യൂബ് ഒരു മിക്സിന്റെ ജാറിലിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇതിന്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലോണം അറിയാൻ വേണ്ടി ഇച്ചിരി സുർക്കയും കൂടി വെച്ചെടുക്കാം. എന്നിട്ട് പിന്നെയും ബ്ലെൻഡ് അങ്ങനെ നല്ലോണം അരിഞ്ഞു വന്നാൽ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് ഈ ഒരു അരപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് അതിനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇനി മന്തി ഉണ്ടാക്കാൻ പറ്റിയ ഒരു വലിപ്പത്തിലുള്ള പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുനുകുനായിരുന്ന സവാളയും ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനൊക്കെ ഒന്ന് നിരപ്പാക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിന്റെ മുകളിൽ ഓരോന്നായിട്ട് വെച്ചെടുക്കാം. അതിന്റെ ഇപ്പുറത്ത് ഇതാ നല്ല ബസ്മതി റൈസ് നല്ലോണം വേവിച്ചിട്ട് വെള്ളം ഊറ്റാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായി. ഇനിയിപ്പോ ചിക്കൻ ഒരു 3/4 വേവലിലായാൽ ഈ റൈസ് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ 2 പച്ചമുളക് അങ്ങനെ കുത്തി വെച്ചോട്ടെ. ഇതാണ് നമ്മളെ മെയിൻ പ്രോസസ്. ഈ കനലിലേക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ വെച്ചെടുത്താൽ ഇതേപോലെ കുറെ പുക വരും. പുക വന്നാൽ അപ്പൊ തന്നെ മൂടി വെക്കാം. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ദം ഓഫ് മന്തി. അങ്ങനെ നമ്മൾ മന്തിന്റെ ദമ്മൊക്കെ തുറന്ന് ഇനിയിപ്പോ ചിക്കനും റൈസും എല്ലാം കൂട്ടി നല്ലോണം മിക്സ് ചെയ്യല. ഈ ഒരു സമയത്ത് കിട്ടുന്ന സ്മെല്ലാണ് ഇട്ടാ വരാം. അങ്ങനെ നമ്മളെ മന്തി ഇത് അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു വേയിൽ നിങ്ങൾ ഇതുവരെ മന്തി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ എന്തൊക്കെ എത്രയുള്ളൂ. ബൈ.